ആഗോള നിക്ഷേപക ഉച്ചകോടി വിജയകരമായി അവസാനിച്ചപ്പോൾ സർക്കാരിനും വ്യവസായ വകുപ്പിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഉച്ചകോടി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആരംഭിച്ച വിമർശനങ്ങളെയും അവഹേളനങ്ങളെയും നേരിട്ടാണ് ഉച്ചകോടി ചരിത്ര സംഭവമാക്കി സർക്കാർ മാറ്റിയത്. ഒടുവിൽ ഉച്ചകോടിയുമായി സഹകരിക്കാൻ പ്രതിപക്ഷത്തെ നിർബന്ധരാക്കിയത് രാഷ്ട്രീയ നേട്ടവുമായി. ഈ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ എന്ത് നിക്ഷേപം വരാനാണ് എന്നതായിരുന്നു നിക്ഷേപക ഉച്ചകോടി പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷമുയർത്തിയ പ്രചരണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തിയപ്പോൾ ആ നേട്ടത്തെയും താറടിക്കാൻ ആളുണ്ടായി. ആരും നിക്ഷേപവുമായി ഇവിടേക്ക് വരരുത് എന്ന് പറയാതെ പറയുകയായിരുന്നു ഒരു കൂട്ടർ. എന്നാൽ ശശി തരൂർ സർക്കാരിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്തെത്തിയതോടെ പ്രതിപക്ഷ നേതാവും കൂട്ടരും വെട്ടിലായി. സമ്മർദ്ദത്തിലാക്കി നിലപാട് മാറ്റിക്കാൻ തരൂരിനെതിരെ സംഘടിത ക്യാമ്പയിൻ പിന്നീട് കോൺഗ്രസിനുള്ളിൽ നടന്നു. തരൂർ നിലപാടിൽ ഉറച്ചു നിന്നത് മനംമാറ്റത്തിന് UDF നേതൃത്വത്തെ നിർബന്ധിതരാക്കി. ആ മനംമാറ്റമാണ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ഒക്കെ ഉച്ചകോടി വേദിയിൽ എത്തിച്ചത്. ഉച്ചകോടിക്ക് ലഭിച്ച പ്രചാരണവും സ്വീകാര്യതയും മനംമാറ്റത്തിന് മറ്റൊരു ഘടകമായി. ഉച്ചകോടിയുടെ വിജയം വ്യവസായ വകുപ്പിന് ആരും താലത്തിൽ വെച്ച് നൽകിയതല്ല. വ്യവസായ മന്ത്രിയുടെയും സർക്കാർ സംവിധാനത്തിൻ്റെയും വർഷങ്ങൾ നീണ്ട പ്രയത്നമുണ്ട്. അതിനായി നടത്തിയ മുന്നൊരുക്കങ്ങളുടെ കൂടി ആകത്തുകയാണത്. ചുരുക്കത്തിൽ ഒരു കൂട്ടർ ഒരു വശത്ത് വിവാദത്തിന് കോപ്പുകൂട്ടിയപ്പോൾ നിക്ഷേപകരെ ആകർഷിക്കാൻ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പിലാക്കുകയായിരുന്നു സർക്കാർ. കാലഹരണപ്പെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പ്രചരണാർത്ഥം റോഡ് ഷോകൾ സംഘടിപ്പിച്ചു. AI ഉൾപ്പെടെ ഒട്ടേറെ വിഷയങ്ങളിൽ കോൺക്ലേവുകൾ ഒരുക്കി. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറം ഉച്ചകോടിയിൽ മന്ത്രി നേരിട്ടെത്തി നിക്ഷേപകരെ കണ്ടു. സർക്കാർ നടത്തിയ മുന്നൊരുക്കങ്ങളുടെ പട്ടിക അങ്ങനെ നീളുന്നു. ഉച്ചകോടി വേദിയിലും ഉടനീളം മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി P. രാജീവും നിറഞ്ഞു നിന്നു. നിക്ഷേപകരെ ഓരോരുത്തരെയായി മുഖ്യമന്ത്രി നേരിൽ കണ്ടു. ഭാരത് ബയോടെക് MD കൃഷ്ണ എല്ല പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മുഴുവൻ സമയ സാന്നിധ്യം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ്. 1,52,900 എന്ന വലിയ മാന്ത്രിക സംഖ്യ വെറുതെ ഉണ്ടായതല്ല എന്നർത്ഥം. ഭരണനൈപുണ്യം ഈ മുഖ്യമന്ത്രിയും സംഘവും ഒരിക്കൽ കൂടി ലോകത്തെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലടക്കം സമീപകാലത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയാണ് ഈ ഉച്ചകോടിയുടെ വലിയ വിജയം. അത് മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും വ്യക്തിപരമായി അവകാശപ്പെടാൻ കഴിയുന്ന നേട്ടം കൂടിയാണ്. സലീം മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.